ഹായ് ഓൾ, കെ എസ് ബെൻഡൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് പുരസ്കാരങ്ങൾ അല്ലേ. ഇപ്പോൾ നടന്ന എക്സാമുകൾ എടുത്തു വെച്ച് നോക്കിയാലും ഇനി നമ്മൾ PYQs നോക്കിയാലും ഒക്കെ കാണുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, ലിറ്ററേച്ചറിൽ നിന്നും കൾച്ചറിൽ നിന്നും അല്ലെങ്കിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് അവാർഡുകൾ ചോദിച്ചു കാണാറുണ്ട്. ഇപ്പം 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് പുരസ്കാരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൾച്ചറുമായി ബന്ധപ്പെട്ട് കേരളപ്രഭ പോലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഇനി വരുന്ന എക്സാമുകൾ, ഇനി നമുക്ക് പ്രിലിംസ് മാത്രമല്ല, നിങ്ങളത് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് എഴുതും അല്ലേ, ഇനി നിങ്ങൾക്ക് എക്സാമുകൾ വരും. അപ്പോൾ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഇല്ല. കറണ്ട് അഫെയർസിൽ വന്നിട്ടുള്ള പുരസ്കാരങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നോക്കി, നമ്മളൊരു ഫ്രീ ബൂട്ട് ക്യാമ്പ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും. KS മെൻറ്ററിൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് സർക്കാർ സർവീസിലേക്ക് എത്താം. അപ്പം ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമുക്കിനി ഓരോരോ പുരസ്കാരങ്ങളായി നോക്കിപ്പോവാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു പുരസ്കാരമാണ് എന്ത്, എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ. നമ്മുടെ സാഹിത്യപരമായ അവാർഡുകൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് ഏറ്റവും പരമോന്നതമായി കണക്കാക്കുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം 1993 ആദ്യമായി കൊടുക്കപ്പെടുന്നത്. 1993 ശൂരനാട് കുഞ്ഞൻപിള്ള. ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക്. അപ്പോൾ 2023 24 നമ്മൾ അറിയണം. 2023 SK വസന്തനാണ്. 2023 ആരാടാ? SK വസന്തൻ. 2024 NS മാധവൻ. NS മാധവൻ. ഇനി ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് 2024 ആരാണ്? NS മാധവൻ. നിങ്ങൾ എൻ്റെ കൂടെ എഴുതി പോകുന്നെങ്കിൽ എഴുതി പോകണം കേട്ടോ, പറഞ്ഞു പോകണമെങ്കിൽ പറഞ്ഞു പോകണം കേട്ടോ. NS മാധവൻ 2024 NS മാധവൻ. അതിനു മുന്നേ ആണെങ്കിൽ SK വസന്തൻ. തുടക്കം 1993 ആയതുകൊണ്ട് ഞാനത് കൊടുത്തു എന്നേ ഉള്ളൂ. എഴുത്തച്ഛൻ പുരസ്കാരം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ മറക്കരുത്. NS മാധവൻ. അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. ഓടക്കുഴൽ അവാർഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഇടയ്ക്കും ചോദിച്ചിരുന്നു. 1968 ബാലകവി രാമന് നാരായണീയം എന്നുള്ളതിനാണ് കിട്ടിയിരുന്നത്. 1968 ഒരു ബേസിക് സാധനം പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. 2023 ആർക്കാണ്? ഞാൻ PYQs ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചു പോയി കഴിഞ്ഞിട്ട് ആ ഉത്തരങ്ങൾ വരുന്ന സമയത്ത് മനസ്സിലത് പറയണം കേട്ടോ. അപ്പോൾ 2023 PN ഗോപീകൃഷ്ണനാണ്. PN ഗോപീകൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്നുള്ളതിനാണ് കിട്ടുന്നത്. കവിത മാംസഭോജിയാണെന്ന് എഴുതിയതിനാണ് കിട്ടുന്നത്. PN ഗോപീകൃഷ്ണനാണ് കേട്ടോ. PN ഗോപീകൃഷ്ണൻ. അപ്പോൾ ഓടക്കുഴൽ ഗോപീകൃഷ്ണൻ, കൃഷ്ണനുണ്ട് എന്നുള്ളതൊന്ന് ഓർത്തു വച്ചേക്കുക. ഇനി നമുക്ക് വയലാർ അവാർഡിലേക്ക് കടക്കാം. വയലാർ അവാർഡ് 1977 ലളിതാംബിക അന്തർജനത്തിനാണ് കിട്ടുന്നത്. അഗ്നിസാക്ഷി എന്ന പുസ്തകത്തിന്, എല്ലാവരും വായിക്കുന്ന ഒരു പുസ്തകമാണത്. നിങ്ങൾ വായനാശീലമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് വായിച്ചിട്ടുണ്ടാവും. അഗ്നിസാക്ഷി 1977 ലളിതാംബിക അന്തർജനത്തിൻ്റെയാണ് അഗ്നിസാക്ഷി. 2023-24 അറിഞ്ഞിരിക്കണം. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം. 2023 ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. 2024 കാട്ടൂർ കടവ് എന്ന നോവലിന് അശോകൻ ചെരുവിലിനാണ് കിട്ടുന്നത്. 2024 ആർക്കാ കിട്ടുന്നത്? കാട്ടൂർ കടവ് എന്ന നോവല് ചോദിക്കാം. ആർക്കാ കിട്ടുന്നത്? അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് കിട്ടുന്നത്. 2023 ശ്രീകുമാരൻ തമ്പി. എന്താണ്? ജീവിതം ഒരു പെൻഡുലം. ഇപ്പം 2023 24 അറിഞ്ഞിരിക്കുക. 2024 മറക്കല്ലേ. അശോകൻ ചെരുവിൽ. വയലാർ അവാർഡും ഓടക്കുഴലും ഒക്കെ പിന്നെയും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ അത് മറക്കരുത്. 2023 ഓടക്കുഴൽ അവാർഡും 2024 വയലാർ അവാർഡും പഠിച്ചു വെക്കുക.
അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ഗുരുവായൂർ ദേവസ്വമാണ് ജ്ഞാനപ്പാന പുരസ്കാരം നൽകി വരുന്നത്. 2023 മധുസൂദനൻ നായരും 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കുമാണ് ലഭിക്കുന്നത്. മധുസൂദനൻ നായർക്കും രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കും. അപ്പൊ രണ്ടിലും ഒരു കൃഷ്ണമയ ഉണ്ട്. അപ്പൊ ജ്ഞാനപ്പാന അങ്ങനെ ഓർത്തു വെക്കുക കേട്ടോ. ജ്ഞാനപ്പാനയിൽ മധുസൂദനൻ നായർ 2023, 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരി, രണ്ടുപേരും ഒരു കൃഷ്ണനുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ നോക്കി ഒരു കൃഷ്ണമയ ഉള്ളതാണെങ്കിൽ തപ്പിയെടുത്തോളൂ, അല്ലെങ്കിൽ അത് തന്നെ കുത്തിക്കോളൂ. എന്താണ്? ജ്ഞാനപ്പാന പുരസ്കാരം. ഇനി സരസ്വതി സമ്മാനാണ്. സരസ്വതി സമ്മാൻ 2023 ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ വളരെയധികം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ വളരെ പ്രശസ്തമായ ഒരു പോയറ്റാണ് കേട്ടോ. പ്രഭാവർമ്മ രൗദ്രസാത്വികം എന്നുള്ള നോവലിനാണ് കിട്ടുന്നത്. എന്താണ്? രൗദ്രസാത്വികം എന്ന നോവലിനാണ് പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോരോ അവാർഡുകളും പറഞ്ഞു പോവുകയാണ്. ജ്ഞാനപ്പാന പറഞ്ഞു, സരസ്വതി സമ്മാൻ പറഞ്ഞു. ഇനി ONV സാഹിത്യ പുരസ്കാരം ഈ ഇടയ്ക്ക് നടന്നിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നതാണ്. ONV സാഹിത്യ പുരസ്കാരം 2017 തൊട്ടാണ് കൊടുത്തത്. സുഗതകുമാരി അമ്മയ്ക്കാണ് 2017 കൊടുത്തിരുന്നത്. ആർക്കാണ്? സുഗതകുമാരി അമ്മയ്ക്ക്. 2023 സി രാധാകൃഷ്ണനും 2024 പ്രതിഭ റായിക്കുമാണ്. 2024 ആർക്കാണ്? പ്രതിഭ റായ്. ഇത് ചോദിച്ചിരുന്നു. PYQ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. PYQ ആണ്. 2024 ആരാണ്? പ്രതിഭ റായ്. അതിനു മുന്നുള്ള വർഷം സി രാധാകൃഷ്ണനാണ് ONV സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. ഇനി നമുക്ക് തകഴി സാഹിത്യ പുരസ്കാരം നോക്കാം. തകഴി സാഹിത്യ പുരസ്കാരം 2023 M മുകുന്ദനും 2024 MK സാനുവിനാണ് കിട്ടുന്നത്. ആർക്കാണ് കിട്ടുന്നത്? MK സാനുവിനാണ് തകഴി സാഹിത്യ പുരസ്കാരം 2024 ലഭിക്കുന്നത്. MK സാനു. 2023 ആരായിരുന്നു? M മുകുന്ദൻ. അപ്പോൾ ONV പറഞ്ഞു, തകഴി സാഹിത്യവും പറഞ്ഞു. അടുത്തത് നോക്കാം, ജ്ഞാനപീഠ പുരസ്കാരം. ഇനി അങ്ങോട്ട് ജ്ഞാനപീഠ പുരസ്കാരത്തിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിയണം, കറണ്ട് അഫെയർസ് ആയിട്ടുള്ള ഏരിയയും അറിയണം. ജ്ഞാനപീഠ പുരസ്കാരം 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ഇവർക്ക് രണ്ടുപേർക്കുമാണ് ലഭിക്കുന്നത്. ആരൊക്കെയാണ്? ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും ഗുൽസറിനുമാണ് ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ്? 2 പേർക്ക് ലഭിച്ചു. എത്ര പേർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുന്ന ഒരു പാറ്റേൺ PSCയിലുണ്ട്. അപ്പോൾ 2 പേർക്ക് ലഭിച്ചു എന്നുള്ളതും, പിന്നെ ആരൊക്കെയാണ് പേരുകൾ? ജഗദ്ഗുരു രാമഭദ്രാചാര്യയും ഗുൽസറിനുമാണ് കിട്ടുന്നത്. 58ാമത്തെയാണ് കേട്ടോ. 58. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഉള്ള കറണ്ട് അഫെയർസ് മാത്രമല്ല ബേസിക് ആയിട്ടുള്ള ആ ഒരു വർഷവും ആർക്കൊക്കെയാണ് കിട്ടിയെന്നും കൂടി അറിഞ്ഞിരിക്കണ്ടേ? നോക്കിയേ, ആദ്യമേ ആർക്കാണ് കിട്ടിയത്? ജി ശങ്കരക്കുറുപ്പിനാണ് 1965 ജി ശങ്കരക്കുറുപ്പിനാണ് ലഭിച്ചത്. അടുത്തത് SK പൊറ്റക്കാടാണ് 1980. നിങ്ങൾ ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നടന്നതിലും ചോദിച്ചിരുന്നു. അപ്പം വർഷങ്ങൾ മാത്രമല്ല ആൾക്കാരുടെ കാര്യം ചോദിച്ചു. ഈ വർഷങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം MT മരിച്ചു അല്ലേ? MT വാസുദേവൻ നായർ നമ്മുടെ ലിസ്റ്റിലുണ്ട്. ഇത് ചോദിക്കാൻ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. MT കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ പോലും ജ്ഞാനപീഠം, കാരണം അക്കിത്തത്തിൻ്റെ സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏത് വർഷമാണെന്നുള്ളത്. അപ്പം നമുക്ക് അത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യമേ ജി ശങ്കരക്കുറുപ്പ്, പിന്നെ SK പൊറ്റക്കാട്, പിന്നെ തകഴി ശിവശങ്കരപ്പിള്ള 1984, 4 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഇനി MT വാസുദേവൻ നായർ 1995. ഇനിയും ചോദ്യം വരും, ഉറപ്പായിട്ടും വരും. 1995. നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിൽ കറക്റ്റായിട്ട് പറയുന്നൊരു ഭാഗം കൂടിയാണ് എന്താണ് ജ്ഞാനപീഠം കിട്ടിയ മലയാളികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അപ്പോൾ MT വാസുദേവൻ നായർ 1995. ONV കുറുപ്പിന് 2007 ലഭിച്ചിട്ടുണ്ട്. അക്കിത്തത്തിന് ഏത് വർഷമാണ്? 2019 ലഭിക്കുന്നുണ്ട്. അപ്പം ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, എന്താണ് MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോൾ 1995 MT വാസുദേവൻ നായർക്ക് ലഭിച്ചത് എന്നുള്ളത് മറക്കരുത്. ഈ ഭാഗം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ പഠിച്ചു. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. MTയുടെ കാര്യം മറക്കല്ലേ. 1995 എന്നുള്ളതൊന്ന് ഓർത്തു വെക്കുക.
അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകളാണ്. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡുകളാണ്. ആർക്കൊക്കെയാണ് കിട്ടിയത്? കുറേ വിഭാഗങ്ങളുണ്ട്. നമ്മൾ ആ വിഭാഗങ്ങളെല്ലാം നോക്കിപ്പോകും. കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകളാണ് കവിതാ വിഭാഗത്തിൽ കിട്ടുന്നത്. കവിതാ വിഭാഗത്തിൽ കൽപ്പറ്റ നാരായണനാണ് കിട്ടുന്നത്. എന്താണ്? തിരഞ്ഞെടുത്ത കവിതകൾക്കാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, കൽപ്പറ്റ നാരായണൻ. ഇനി നോവൽ എടുക്കുകയാണെങ്കിൽ ഹരിതാ സാവിത്രിക്കാണ് കിട്ടുന്നത്. ഹരിതാ സാവിത്രിയുടെ സിൻ എന്നുള്ള നോവലിനാണ് ഇപ്രാവശ്യത്തെ മികച്ച നോവലായിട്ട് കേരള സാഹിത്യ അക്കാദമി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആരാണ്? ഹരിതാ സാവിത്രി. അടുത്തത് മികച്ച ചെറുകഥയാണ്. മികച്ച ചെറുകഥ എൻ രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് എൻ രാജന്റെ മികച്ച ചെറുകഥ. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കവിതാ വിഭാഗം പറഞ്ഞു കൽപ്പറ്റ നാരായണൻ, നോവലാണെങ്കിൽ ഹരിതാ സാവിത്രി, പിന്നെ മികച്ച ചെറുകഥ എടുക്കുകയാണെങ്കിൽ അത് എൻ രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. ഇനി നമുക്ക് ബാക്കി നോക്കിപ്പോകാം. അടുത്തത് എന്താണ്? മികച്ച നാടകമാണ്. മികച്ച നാടകമായിട്ട് എടുത്തേക്കുന്നത് ഗിരീഷ് PC പാലത്തിൻ്റെ ഇ ഫോർ ഈഡിപ്പസ്. എന്താണ്? ഇ ഫോർ ഈഡിപ്പസ് എന്നുള്ളതാണ് മികച്ച നാടകമായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി മികച്ച സാഹിത്യ നിരൂപണം അല്ലെങ്കിൽ മികച്ച സാഹിത്യ വിമർശനം എന്നൊക്കെ പറയാം. അത് പി പവിത്രൻ്റെ ഭൂപടം തലതിരിക്കുമ്പോൾ എന്നുള്ളതാണ്. ഭൂപടം തലതിരിക്കുമ്പോൾ എന്നുള്ളതാണ് മികച്ച സാഹിത്യ നിരൂപണം അല്ലെങ്കിൽ വിമർശനം എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തത് വൈജ്ഞാനിക സാഹിത്യം എന്നുള്ളതിന് എന്തെടുത്തിരിക്കുന്നത്? ബി രാജീവന്റെ ഇന്ത്യയുടെ വീണ്ടെടുക്കുകൾ എന്നുള്ളതാണ്. വീണ്ടെടുക്കുകൾ എന്നുള്ളതാണ് ഇന്ത്യയുടെ വീണ്ടെടുക്കുകൾ. ബി രാജീവൻ്റെ ആണ് കേട്ടോ. ബി രാജീവൻ്റെ ആണ്. ബി രാജീവ് അദ്ദേഹത്തിൻ്റെയാണ് വൈജ്ഞാനിക സാഹിത്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്തത് കെ വേണുവിൻ്റെ ഒരാൺവേഷത്തിൻ്റെ കഥയാണ് മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ. ഒരാൺവേഷത്തിൻ്റെ കഥ എന്നുള്ളതാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? കെ വേണു. കെ വേണുവിൻ്റെ ഒരാൺവേഷത്തിൻ്റെ കഥ എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് മികച്ച യാത്രാ വിവരണം അല്ലെങ്കിൽ ട്രാവലോഗ് എന്നൊക്കെ പറയുന്നതാണ്. അത് നന്ദിനി മേനോൻ്റെ ആംചോ ബസ്തർ നേടി. ആംചോ ബസ്തർ എന്നാണ്. അതാരാണ് എഴുതിയിരിക്കുന്നത്? നന്ദിനി മേനോൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഒന്നും കൂടി നോക്കാം. കൽപ്പറ്റ നാരായണൻ എന്തിനാ കിട്ടുന്നത്? കവിതാ വിഭാഗം. ഹരിതാ സാവിത്രിയുടെ സിന്നാണ് മികച്ച നോവൽ. എൻ രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് മികച്ച ചെറുകഥ. പിന്നെ ഗിരീഷ് PC പാലത്തിൻ്റെ ഇ ഫോർ ഈഡിപ്പസ് ആണ് മികച്ച നാടകം. പിന്നെ മികച്ച സാഹിത്യ നിരൂപണം എന്താണ്? ഭൂപടം തലതിരിക്കുമ്പോൾ പി പവിത്രൻ്റെ ആണത്. പിന്നെ ഇന്ത്യയുടെ വീണ്ടെടുക്കുകൾ എന്നുള്ളതാണ് വൈജ്ഞാനിക സാഹിത്യം എന്നുള്ളതിന് ബി രാജീവിൻ്റെ ആണ്. കെ വേണുവിൻ്റെ ഒരാൺവേഷത്തിൻ്റെ കഥ എന്നുള്ളതാണ് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ. മികച്ച യാത്രാ വിവരണത്തിന് നന്ദിനി മേനോൻ്റെ ആംചോ ബസ്തർ ആണ് എന്താണ് അർഹമായിട്ടുള്ളത്. അപ്പം ഇത്രയും കാറ്റഗറിയും ഒന്ന് എഴുതി വെച്ച് വായിച്ചു പോവുക. കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് സാഹിത്യ അക്കാദമി അവാർഡ് 2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കേരളത്തിൽ നിന്ന് ഏതാണ് അവാർഡിന് അർഹമായതുള്ളതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി അവാർഡ് 2024 പ്രഖ്യാപിച്ചിരുന്നു അല്ലേ? ഈ ഇടയ്ക്കായിട്ടാണ് പ്രഖ്യാപിച്ചത്. മലയാളത്തിൽ നിന്ന് കെ ജയകുമാറിൻ്റെ പിങ്കളകേശിനി എന്ന കവിതയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിങ്കളകേശിനി. കെ ജയകുമാർ എന്നുള്ളത് മുൻ IAS ഓഫീസറും നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിങ്കളകേശിനി എന്ന കവിതയാണ് മലയാളത്തിൽ നിന്ന് സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായിട്ടുള്ളത് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്ക്. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം അത്രയും റിനൗഡ് ആയിട്ടുള്ള ഒരു IAS ഓഫീസറാണ്. നമ്മുടെ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ PSCക്ക് ചോദിക്കാൻ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നോക്കിയാലോ. 21 ഭാഷകളിലെ കൃതികൾക്കുള്ള പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് ഇവർ അർഹമായിട്ടുള്ളത്. ഇനി ആരൊക്കെയാണ് ജൂറിയിൽ വരുന്നത്? പ്രഭാവർമ്മയും കവടിയാർ രാമചന്ദ്രനും എം കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ ജൂറി ഏകകണ്ഠമായാണ് പുരസ്കാരം നിശ്ചയിച്ചത്. എന്ന് വെച്ചാൽ ഓരോ ലാംഗ്വേജിലും അല്ലെങ്കിൽ ഓരോ ഭാഷകളിൽ നിന്നും ഒരു സെറ്റ് റെക്കമെൻഡേഷൻ പോലെ നോമിനേഷൻ പോലെ
പോലെ പോകും. അങ്ങനെ കേരളത്തിൽ നിന്ന് നോവലുകളും ഒക്കെ പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഇവർ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത് സാഹിത്യ അക്കാദമി അവാർഡ് 2024 അർഹമായത് എന്താണ്? കെ ജയകുമാറിൻ്റെ പിങ്കള കേശിനിയാണ്. പിങ്കള കേശിനി. അപ്പം ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേക്കാം. ഇനിയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. സാഹിത്യ അക്കാദമി അവാർഡ് 2024 ഇതേപോലെ എല്ലാ ഭാഷകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ഈ കവിതയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് നോക്കാം. ഇനി നമുക്ക് കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരത്തിലേക്ക് കടക്കാം. ഈ ഇടയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ഉണ്ണി അമ്മയമ്പലത്തിനാണ് കിട്ടുന്നത്. ഉണ്ണി അമ്മയമ്പലം. ഉണ്ണി എന്നുള്ളത് ഒന്ന് ആലോചിച്ച് വെക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ ആഴ്ന്നിറങ്ങുന്ന മലയാള കൃതിയായ അൽഗോരിതങ്ങളുടെ നാട്. ഇതായിരുന്നു കേട്ടോ ചോദ്യം. ഈ ഒരു പുസ്തകം എന്താണ്? ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ ആണെന്നും അത് കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും കൂടി ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ചോദ്യം വന്നിരുന്നു കേട്ടോ. ഈ കൃതി ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ചോദിച്ചത് ചോദ്യം. അപ്പോൾ ഇനി ഇത് ആരാണ് രചിച്ചത് എന്നുള്ള രീതിയിലും ചോദിക്കാം. കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരമാണ് കേട്ടോ. അടുത്തത് നമുക്ക് കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം നോക്കാം. 2 കടമ്മനിട്ട പുരസ്കാരങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഒന്ന് കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരമാണ് 2024 ലഭിച്ചത് റഫീഖ് അഹമ്മദിന്. ഇനി കടമ്മനിട്ട സാഹിത്യ പുരസ്കാരമോ 2022 ഇപ്പോഴാണ് പ്രഖ്യാപിച്ചത്. അത് ഹരിദാ സാവിത്രിക്കാണ് കിട്ടുന്നത് കേട്ടോ. സിൻ എന്ന നോവൽ ഞാൻ മുന്നേ പറഞ്ഞു. സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് പറഞ്ഞപ്പം പറഞ്ഞില്ലേ മികച്ച നോവൽ. അപ്പം ഈ സിൻ എന്നുള്ള നോവലിന് തന്നെയാണ് കടമ്മനിട്ട സാഹിത്യ പുരസ്കാരവും ലഭിക്കുന്നത്. അതുകൂടാതെ കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ആർക്കാ കിട്ടുന്നത്? റഫീഖ് അഹമ്മദ്. എന്താ പേര്? റഫീഖ് അഹമ്മദ്. അടുത്തത് പത്മപ്രഭ അവാർഡുകളാണ്. ഇപ്പോൾ മുന്നേ നമ്മൾ പറഞ്ഞ നോക്കി റഫീഖ് അഹമ്മദിന് തന്നെയാണ് 2024 എന്താണ് പത്മപ്രഭ അവാർഡും ലഭിക്കുന്നത്. അപ്പോൾ 2 അവാർഡായ റഫീഖ് അഹമ്മദിന്, അതേപോലെ തന്നെ ഹരിദാ സാവിത്രിക്കും 2 അവാർഡുകളുണ്ട്. ഓർത്തു വെക്കണം കേട്ടോ. അപ്പോൾ പത്മപ്രഭ അവാർഡ് 2024 റഫീഖ് അഹമ്മദിനും 2023 സുഭാഷ് ചന്ദ്രനുമാണ് ലഭിക്കുന്നത്. പത്മപ്രഭ അവാർഡൊക്കെ PYQ നോക്കുമ്പം ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി പഠിച്ചെന്നെ പോവാ. അടുത്തത് ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരമാണ്. ആർക്കാണ് ലഭിക്കുന്നത്? സന്ധ്യ ജയേഷിനാണ്. ദയാവധം എന്നുള്ള നോവലിനാണ് ലഭിക്കുന്നത്. സന്ധ്യ ജയേഷിന്റെ ദയാവധം എന്നുള്ള നോവലിനാണ് ലഭിക്കുന്നത്. ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരമാണ് കേട്ടോ. ആർക്കാ കിട്ടുന്നത്? സന്ധ്യ ജയേഷ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് മലയാറ്റൂർ ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡ് പ്രഖ്യാപിച്ചു. ആർക്കാ കിട്ടുന്നത്? സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിനാണ് ലഭിക്കുന്നത്. ഇനി ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് രജനി സുരേഷിനാണ് കിട്ടുന്നത്. വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിനാണ് കിട്ടുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ, മലയാറ്റൂർ ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡും പിന്നെ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസും കൊടുത്തിട്ടുണ്ട്. സാറാ ജോസഫിനും രജനി സുരേഷിനുമാണ് കിട്ടുന്നത് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ അല്ലേ? നിങ്ങളിത് എഴുതി പഠിച്ചു പോകണം കേട്ടോ. അടുത്തത് നമുക്ക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് 2 അവാർഡുകൾ പഠിച്ചു വെക്കാനുണ്ട്. ഒന്ന് ഹരിവരാസനം അവാർഡും പിന്നെ സ്വാതി സംഗീത പുരസ്കാരവും. 2ഉം ചോദിക്കുന്നതാണ്. ഹരിവരാസനം അവാർഡ് 2024 PK വീരമണിദാസനാണ് ലഭിക്കുന്നത്. PK വീരമണിദാസനാണ് ലഭിക്കുന്നത്. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ PK വീരമണിദാസനാണ് 2024, 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിക്കുന്നത് എന്നൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സ്വാതി സംഗീത പുരസ്കാരം 1997 ഷെമ്മങ്കുടി ശ്രീനിവാസ് അയ്യർക്കാണ് കൊടുത്തു തുടങ്ങിയത്. 1997 നമുക്ക് 2020ഉം 2021 എന്ന് വെച്ചാൽ കുറച്ച് ലാഗിലാണ് ഇതിങ്ങനെ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2020 ഡോക്ടർ കെ ഓമനക്കുട്ടിക്കും 2021 PR കുമാരകേരളവർമ്മ, ഈ ഇടയ്ക്കാണ് ഇതും പ്രഖ്യാപിച്ചത്. 2021 സ്വാതി സംഗീത പുരസ്കാരം PR കുമാരകേരളവർമ്മയ്ക്കാണ് അത് ലഭിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം ഹരിവരാസനം അവാർഡുമായി സ്വാതി സംഗീത പുരസ്കാരവുമായി ഇത്രയും അവാർഡുകൾ പഠിച്ചു പോവുക. ഇനി നമുക്ക് നോക്കാം. അടുത്തത് എപ്പോഴും ചോദ്യങ്ങൾ കാണുന്നതാണ് JC ഡാനിയൽ അവാർഡിനെ കുറിച്ച്. 30ാമത്തെ JC ഡാനിയൽ അവാർഡ് TV ചന്ദ്രനാണ്. ഈ ഇടയ്ക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് 31ാമത്തതും വന്നു. ഷാജി N കരുണിനാണ് കിട്ടുന്നത് കേട്ടോ. ഷാജി N കരുൺ. ഇത് സിനിമ റിലേറ്റഡ് ആണ് JC ഡാനിയൽ അവാർഡ് എന്ന് പറയുന്നത്. 30ാമത്തത് TV ചന്ദ്രനും 31 ഷാജി N കരുണിനാണ്.
ഷാജി എൻ കരുൺ, ഇദ്ദേഹമാണ് TV ചന്ദ്രൻ കേട്ടോ. JC ഡാനിയൽ അവാർഡ് നമുക്ക് നോക്കി നമ്മൾ പഠിച്ചു ആരൊക്കെയാണ്, TV ചന്ദ്രനും ഷാജി എൻ കരുണും. അടുത്തത് നമുക്ക് കേരള അവാർഡുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണോ ഭാരത് രത്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇതെടുക്കുമ്പോൾ എങ്ങനെയാണോ എന്താണ് ഭാരത് രത്നകളും പിന്നെ പത്മ അവാർഡ്സുകളും, അതേപോലെ തന്നെ കേരളത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതപ്പെടുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ട് നമ്മൾ കരുതപ്പെടുന്ന അവാർഡുകളാണ് എന്ത്, കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ അവാർഡുകൾ. അപ്പം നമുക്ക് 2023-24 കൂടി പഠിച്ചു പോകാം. 2023 കേരള ജ്യോതി ആർക്കൊക്കെ ലഭിച്ചു എന്നൊരു ചോദ്യം വന്നാൽ ടി പത്മനാഭൻ എഴുത്തുകാരനാണ്. അപ്പം സാധാരണ ഇവരുടെ പേരുകൾ ചോദിക്കും, അല്ലെങ്കിൽ ഇവർ ഏത് വിഭാഗത്തിനാണ് അവർക്ക് കിട്ടിയതെന്നും ചോദിച്ചു കാണാറുണ്ട്. 2023 കേരള ജ്യോതി കിട്ടിയത് ടി പത്മനാഭനാണ്, അദ്ദേഹം എഴുത്തുകാരനാണ്. കേരള പ്രഭയാണ് അടുത്തത് ഓർഡറിൽ. ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയും നടരാജ കൃഷ്ണമൂർത്തിക്കുമാണ് കിട്ടിയത്. ഇത് കേരള അവാർഡുകൾ നവംബർ 1-ാം തീയതിയാണ് കേട്ടോ പ്രഖ്യാപിക്കുക. അപ്പോൾ കേരള പ്രഭ 2023 ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും നടരാജ കൃഷ്ണമൂർത്തിക്കുമാണ് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 2023 അവർക്കാണ് കിട്ടിയിരുന്നത്. കേരള ശ്രീ നോക്കിയാലോ, പുനലൂർ സോമരാജൻ സാമൂഹിക സേവനം. പുനലൂർ സോമരാജൻ എന്താണ്, സാമൂഹിക സേവനം. VP ഗംഗാധരൻ ആരോഗ്യം, എല്ലാവർക്കും അറിയായിരിക്കും, ക്യാൻസറുമായി റിലേറ്റ് ചെയ്ത് എല്ലാവരും പറയുന്ന ഒരു പേരാണ് ഗംഗാധരൻ ഡോക്ടർ. അപ്പം VP ഗംഗാധരൻ എന്താണ്, ആരോഗ്യം ഡോക്ടറാണ്. രവി DC വ്യവസായവും വാണിജ്യവും. KM ചന്ദ്രശേഖർ സിവിൽ സർവീസ്. പണ്ഡിറ്റ് രമേശ് നാരായണൻ കലയും സംഗീതവും. അപ്പോൾ പുനലൂർ സോമരാജൻ സാമൂഹിക സേവനം, അദ്ദേഹം വളരെയധികം ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്, അപ്പോൾ അറിയായിരിക്കും എല്ലാവർക്കും. പിന്നെ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ, ഇത്രയും പേരുടെ പേരുകൾ 2023 ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഇനി നമുക്ക് 2024 നോക്കാം. 2024 കേരള ജ്യോതി ആർക്കാ കിട്ടുന്നത്, MK സാനു. നമ്മൾ മുന്നേ കുറേ അവാർഡുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നേ MK സാനു, അദ്ദേഹം എഴുത്തുകാരനാണ്. അപ്പോൾ കാറ്റഗറി ചോദിക്കാം. കേരള പ്രഭ ഇപ്പോൾ നടന്ന 10th പ്രിലിംസിൽ ചോദിച്ചിരുന്നു. S സോമനാഥിനും P ഭുവനേശ്വരിക്കുമാണ്. S സോമനാഥിനും P ഭുവനേശ്വരി. ഭുവനേശ്വരിയുടെ ഐറ്റം ഓർത്തു വെക്കണം, കൃഷിയാണ് കേട്ടോ. അപ്പോൾ S സോമനാഥ് നമുക്ക് എല്ലാവർക്കും അറിയാം, ISRO ചെയർമാനാണ്. അപ്പം S സോമനാഥിനും P ഭുവനേശ്വരിക്കുമാണ് കേരള പ്രഭ കിട്ടുന്നത്. കേരള ജ്യോതി ആർക്കാണ് കിട്ടുന്നത്, MK സാനുവിനാണ്, ഇദ്ദേഹത്തിനാണ് കേട്ടോ, MK സാനുവിനാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കേരള ശ്രീയും കൂടി പഠിക്കാം. കേരള ശ്രീ കലാമണ്ഡലം വിമല മേനോൻ കല എന്നുള്ള ഒരു വിഭാഗത്തിനാണ് കിട്ടുന്നത്. ഡോക്ടർ TK ജയകുമാർ എന്താണ്, ആരോഗ്യം. അപ്പോൾ നമ്മൾ മുമ്പേ ഗംഗാധരൻ ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ ഡോക്ടർ TK ജയകുമാർ ആണ്. അടുത്തത് കാലിഗ്രാഫിക്ക് നാരായണൻ ഭട്ടതിരിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കായികവുമായി ബന്ധപ്പെട്ട് സഞ്ജു വിശ്വനാഥ് സാംസൺ, സഞ്ജു വിശ്വനാഥ് സാംസൺ, സഞ്ജു സാംസൺ എന്ന് നമ്മൾ പറയുന്ന സഞ്ജു വിശ്വനാഥ് സാംസൺ കിട്ടിയിട്ടുണ്ട് കേരളശ്രീ. പിന്നെ ഷൈജ ബേബി സാമൂഹിക സേവനം. പിന്നെ VK മാത്യൂസ് വ്യവസായം വാണിജ്യം. അപ്പം കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണൻ ഭട്ടതിരി, സഞ്ജു വിശ്വനാഥ് സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്, ഇത്രയും പേർക്കാണ് ഈ വർഷത്തെ കേരളശ്രീ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കേരള ജ്യോതി MK സാനുവിനും കേരള പ്രഭ ഈ ക്വസ്റ്റിനും വന്നിട്ടുണ്ട്. S സോമനാഥിനും P ഭുവനേശ്വരിക്കുമാണ് 2 പേർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് PYQs നോക്കിയാലോ. 2024 കേരള പ്രഭ ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ. പുരസ്കാരത്തിന് അർഹരായവർ MK സാനു, S സോമനാഥ്, MK സാനു, NS മാധവൻ, S സോമനാഥ് ഭുവനേശ്വരി, S സോമനാഥ് ഷൈജ ബേബി എന്നുള്ളതാണ്. നോക്കിയേ ആരൊക്കെയാണ് വരുന്നത്, S സോമനാഥും ഭുവനേശ്വരിയുടെ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് കൃഷിയാണ് കേട്ടോ. അപ്പോൾ അതിനി ചോദിക്കാം, S സോമനാഥും ഭുവനേശ്വരിക്കുമാണ് 2024 കേരള പ്രഭ പുരസ്കാരം കിട്ടിയതെന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. ഇനി നോക്കി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, ശരിയല്ലേ? 2024 ഞാൻ ആദ്യമേ പഠിപ്പിച്ചതാണ്, ചോദിച്ചു. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, ശരിയല്ലേ? കാട്ടൂർ കടവെന്ന നോവലിനാണ് കിട്ടിയതെന്നും ഞാൻ പറഞ്ഞു. കേരള ജ്യോതി പുരസ്കാരം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, MK സാനു, അതും ശരിയാണ്. ഓടക്കുഴൽ അവാർഡ് T വിനയചന്ദ്രനാണോ? ഓടക്കുഴൽ അവാർഡ് എന്താണെന്നാ പറഞ്ഞേ, ഗോപി കൃഷ്ണൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം D വിനയചന്ദ്രൻ അല്ല. അപ്പം ഏതാണ് തെറ്റായ ജോഡി എന്നാണ് ചോദിച്ചത്, 4 മാത്രമാണ് ഉത്തരമായിട്ട് വരുന്നത്.
അടുത്ത നോക്കി 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എന്നുള്ളതാണ്. 2024 പ്രതിഭ റായ്, സി രാധാകൃഷ്ണൻ, പി വത്സല, SK വസന്തൻ എന്നുള്ളതാണ്. ആരാ വരുന്നത്? പ്രതിഭ റായ് ആണ് കേട്ടോ. പ്രതിഭ റായ് ഞാൻ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇത് PVQ ആണെന്നുള്ളത്. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉത്തരം തരണം. ഞാൻ പറഞ്ഞു പോയതാണ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ. ജ്ഞാനപീഠം ലഭിക്കാത്തത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. അക്കിത്തം MT വാസുദേവൻ നായർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ONV കുറുപ്പ്. വർഷം വെച്ച് ഞാൻ പറഞ്ഞു തന്നതാണ്. MT വാസുദേവൻ്റെ കാര്യം മറക്കരുത്. അദ്ദേഹം ഈ ഇടയ്ക്കാണ് മരണപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനിയും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. കൂടെ തന്നെ പഠിച്ചു പോകണം. എഴുതി വെച്ചിട്ട് ആ ഒരു എക്സാമിൻ്റെ തലേന്ന് ഇതൊന്ന് എടുത്ത് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ഈ ഫ്രീ ബൂട്ട് ക്യാമ്പ് കോഴ്സിൻ്റെ കാര്യം മറക്കരുത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉടൻ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇനിയുള്ള എക്സാമുകളൊക്കെ നന്നായി തന്നെ എഴുതുക. എല്ലാവർക്കും എന്താണ് ന്യൂ ഇയർ വിഷസ്. 2025 നിങ്ങളുടെ വർഷമാവട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഫലമായി നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ എത്താൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ വി മീറ്റ്. ബൈ.